ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഇത് രണ്ടാമത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. എഡിറ്റ് ചെയ്യാനുള്ള സുഖം കൊണ്ട് ഞാൻ ഷോർട്സ് മാത്രമേ ഇടലുള്ളൂ കേട്ടോ. അതുകൊണ്ട് എനിക്ക് ലോങ് വീഡിയോൻ്റെ ഫോർമാലിറ്റീസ് ഒന്നും അറിയില്ല. ഞാൻ ജസ്റ്റ് ഷോർട്സിൽ തുടങ്ങണ പോലെ തുടങ്ങിയേനെ. വീട്ടിലൊരു ഫങ്ഷൻ നടന്നപ്പോൾ മീൻ ഗ്രില്ല് ഉണ്ടായിരുന്നു, അത് വീഡിയോ എടുത്തതാണ്. ഈ ഒരു ബോക്സ് ആണെങ്കിൽ തെർമൽ ബോക്സാണ്. ചൂടും തണുപ്പും ഒരുപോലെ കീപ്പ് ചെയ്യാൻ പറ്റിയൊരു ബോക്സാണ് കേട്ടോ. ഈ മീൻ ഗ്രില്ല് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടനാണ് കേട്ടോ. ആൾക്ക് സൗദിയിൽ ഇതാണ് പണി, മീനിൻ്റെ ഐറ്റംസ് ഉണ്ടാക്കുന്ന പണിയാണ്. അപ്പോൾ ഞാൻ ആൾ ഗ്രില്ല് ചെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. ആൾ ഗ്രില്ല് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്കുള്ള സുഖം എന്താണെന്നോ, നമുക്കിതിനെക്കുറിച്ച് ഒന്നും അറിയണ്ട. മീൻ ക്ലീൻ ചെയ്യലും എല്ലാം ആളൊറ്റയ്ക്ക് ചെയ്യും. എനിക്കൊക്കെ മീൻ ക്ലീൻ ചെയ്യാൻ ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇതിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും, കാരണം ഫുള്ള് ഹസ്ബൻഡിൻ്റെ ഏട്ടൻ ചെയ്തോളും. പിന്നെ എന്താണ്, മീൻ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ഇവരൊരു പ്രത്യേക മസാലയൊക്കെ ഇതിൻ്റെ മുകളിൽ തേക്കണുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ റെസിപ്പീസൊന്നും ഇതിൽ ഇട്ടിട്ടില്ല, കാരണം എനിക്കറിയില്ല. അത് ആളൊരു സീക്രട്ട് റെസിപ്പിയാണ്. ഞങ്ങളൊന്നും കിച്ചണിലില്ലാത്ത സമയത്താണ് ആളിത് ഉണ്ടാക്കുക. പിന്നെ ഓരോരുത്തർക്കും ഓരോ സീക്രട്ട് റെസിപ്പി, അത് അവരെ ജോലിൻ്റെ ഒരു ഭാഗമാണ് ഈ ഒരു സീക്രട്ട് റെസിപ്പി. ഇത് അത്രക്കൊന്നും പരസ്യമാക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ മസാലയൊന്നും ഇതിലിടാത്തത് കേട്ടോ. ലാസ്റ്റ് ഇതിൻ്റെ മുകളിലൊരു പൊടിയൊക്കെ വിതറുണ്ട്, അതെന്താ അതിലുള്ളതെന്ന് പോലും എനിക്കറിയില്ല. ആൾ നാട്ടിലുണ്ടെങ്കിൽ ഞങ്ങൾക്കിതുപോലെ ഇടയ്ക്ക് മീൻ ഗ്രില്ല് ചെയ്ത് തരും, അല്ലെങ്കിൽ മീൻ മഗ്ലി ഉണ്ട് കേട്ടോ, അതൊക്കെ ആൾ ചെയ്ത് തരും. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. മൂപ്പർക്കിതൊരു പ്രയാസമേ അല്ല. ഞാൻ എപ്പോഴും വിചാരിക്കും, ഇത്ര വലിയ മീനൊക്കെ ക്ലീൻ ചെയ്ത് ചെയ്യണമെങ്കിൽ നമുക്ക് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്, പക്ഷേ ആൾക്കിത് ഭയങ്കര ഈസിയുള്ളൊരു കാര്യമാണ് കേട്ടോ. ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് എന്നോട് അറിയുന്ന ആൾക്കാർ പറയും, എൻ്റെ വീഡിയോ വലിയ ക്ലിയർ ഒന്നുമില്ല, ക്ലാരിറ്റി നല്ല കുറവുണ്ട്, യൂട്യൂബിൽ പിടിച്ചിക്കണമെങ്കിൽ അത്യാവശ്യം ക്ലിയറൊക്കെ വേണം വീഡിയോക്ക് എന്നൊക്കെ പറയും. അതുപോലെ എനിക്കൊരു സജഷൻ എന്നുള്ള നിലക്ക് പറഞ്ഞു തരികയാണ്. പക്ഷേ എന്താണെന്നോ, എനിക്കെൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ടല്ലേ ഇടാൻ പറ്റുള്ളൂ. എൻ്റെ കയ്യിലുള്ളത് ഒരു റിയൽമിൻ്റെ ഫോണാണ്, അത് വലിയ ക്ലിയർ ഒന്നുമില്ല, റിയൽമി 8 ആണ്. ഇപ്പോൾ കുറേ അപ്ഡേഷൻസൊക്കെ ഇറങ്ങിയില്ലേ, പിന്നെ ഐഫോണിൻ്റെ കാലമല്ലേ. അപ്പോൾ എനിക്ക് കയ്യിലുള്ളത് ഇപ്പോൾ അതാണ്, അത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കൽ. പോകെ നമുക്ക് ശരിയാക്കാം, പയ്യെ തിന്നാൽ പനിയും തിന്നാന്നല്ലേ പറയുക. ഇപ്പോൾ എൻ്റെ കയ്യിലതുള്ളൂ കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് ഐഫോണിലാണ് കേട്ടോ, ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ ഫോണിലാണ് ഞാനിത് ഷൂട്ട് ചെയ്തിരുന്നത്. അതുകൊണ്ട് ഇത് അത്യാവശ്യം ക്ലിയർ ഉണ്ട്. പിന്നെ എന്നോട് പറയലുണ്ട്, കുക്കിംഗ് മാത്രമല്ല എന്താ വ്ളോഗൊക്കെ ചെയ്താലെന്ന് ചോദിക്കലുണ്ട്. സപ്പോർട്ട് ചെയ്യണതിനേക്കാൾ തളർത്തുന്ന ഒരു സൊസൈറ്റിയാണ് ചുറ്റുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് അതിനൊക്കെ കുറേ പോരായ്മകളുണ്ട്. പിന്നെ എന്താണ്, നമ്മൾ ഈ വ്ളോഗ് ചെയ്യുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, വീട്ടിൽ വേറെ ആൾക്കാരുണ്ട്, അവർക്കും ഇതുപോലെ വീഡിയോയിലൊന്നും വരാൻ താല്പര്യമില്ലാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ പിന്നെ അതൊക്കെ അവർക്കൊക്കെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ മുഖം കാണിക്കുന്നതിന് ഇപ്പോൾ എനിക്കും വലിയൊരു ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. ഇങ്ങനെ പോയി വിജയിക്കുകയാണെങ്കിൽ ഓക്കെ, പിന്നെ ഇല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. അതുകൊണ്ട് ഞാൻ കുക്കിംഗ് വീഡിയോസ് മാത്രം ചെയ്യുന്നത്. കുക്കിംഗ് വീഡിയോസ് ചെയ്യുമ്പോഴും എനിക്ക് അതിൻ്റേതായ പരിമിതികളുണ്ട് കേട്ടോ. ഞാൻ യൂട്യൂബിൽ ഓരോ വീഡിയോസ് ഇങ്ങനെ കാണുമ്പോൾ ഓരോ പാത്രങ്ങളൊക്കെ നല്ല ഭംഗിയുള്ളതായിരിക്കും. എൻ്റേതെന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം പഴക്കമുണ്ട്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭംഗി കുറവുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെ കുറവുകളെ പേടിച്ച് ബാക്കിൽ നിന്നാൽ എന്നും നമ്മൾ ബാക്കിലായിട്ട് പോകും കേട്ടോ. ഒരിക്കലും നമ്മൾ വിജയിക്കില്ല കേട്ടോ. അത് വിചാരിച്ച് ഞാൻ എൻ്റെ കുറവുകളെ പേടിക്കലില്ല. ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നതും എല്ലാം ഞാൻ ചെയ്യലുണ്ട്. അതുപോലെ ഞാനൊന്ന് ചെയ്തതാണിത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പറഞ്ഞെന്തായാലും നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. മീൻ എന്തായാലും ഇവിടെ ഗ്രില്ലിൽ കയറിയിട്ടുണ്ട്. ഇതിൻ്റെ മസാലയും കാര്യമൊന്നും എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. എനിക്ക് കിട്ടിയത് വെച്ചിട്ട് ഞാൻ മാക്സിമം ഈ വീഡിയോസിൽ ഉൾപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മീനൊന്നും അത്ര വലിയ ഇഷ്ടമല്ല, എന്തോ മീനിനോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ. ഒന്നാമത് മീൻ തിന്നാൽ എനിക്ക് ഛർദ്ദിക്കാൻ വരും. പക്ഷേ ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.